അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 വർഷം മുൻപേ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ബിജെപി. രാജീവ് ചന്ദ്രശേഖർ, കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കളത്തിലിറക്കി വിജയം നേടാനാണ് നീക്കം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനാണ് സാധ്യത. ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ മത്സരശൈലിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. പയറ്റാൻ പോകുന്നത്. മത്സരിക്കുന്ന എല്ലായിടത്തുമല്ല, ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ. സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാ ഘട്ടത്തിലും ഒരു മുഴം മുമ്പേ എന്ന രീതി. 2029 നടക്കാനിരിക്കുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പദ്ധതികൾ 3 വർഷം മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നേമം എം.എൽ.എ. രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥികളാകും. സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വാടകയ്ക്ക് വീടെടുത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലമാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ചാത്തന്നൂരിൽ നിന്നും ബി.ജെ.പിയെ നിയമസഭയിലെത്തിച്ച ബി ഗോപകുമാർ തന്നെയാകും കൊല്ലത്തെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി മത്സരിക്കുമെന്ന് ഉറപ്പാണ്. യുവമോർച്ചയുടെ മേൽനോട്ട ചുമതല ഒഴിഞ്ഞ അനൂപ് ആന്റണി നിലവിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. തൃശൂരിൽ നിലവിലെ എം.പി. സുരേഷ് ഗോപി തന്നെ കളത്തിലിറങ്ങും. സുരേഷ് ഗോപിക്കല്ലാതെ മറ്റൊരാൾക്കും തൃശൂർ എടുക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ആലപ്പുഴയാണ് ബി.ജെ.പി. ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാന മണ്ഡലം. പാർട്ടിയുടെ വനിതാ കരുത്ത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കാനാണ് സാധ്യത. എം.എൽ.എമാർ മത്സരിക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന വിമതസ്വരം പാർട്ടിയിൽ ഉയരുമെന്ന് ഉറപ്പ്. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് പരമാവധി വിജയം നേടുക എന്നത് മാത്രമാണ് കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.